പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കാലവർഷം ആരംഭിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പനിബാധിതരുടെ എണ്ണത്തേക്കാൾ 3 ഇരട്ടിയിലധികമാണ് വർധനവ്. ജില്ലയിൽ H1N1 സ്ഥിരീകരിച്ചതും ആശങ്ക ഉണ്ടായിട്ടുണ്ട്. പനിബാധിതരുടെ എണ്ണം കൂടുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷം കൊടുമ്പിരി കൊണ്ടതോടെ പനി ബാധിതരുടെ എണ്ണവും വർദ്ധിച്ചു. സാധാരണ പനിയും വൈറൽ പനിയുമാണ് ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്നത്. മേഖലയിൽ വയറിളക്കവും ഛർദിയും ഉണ്ടാകുന്നുണ്ട്. ദിനംപ്രതി ഉപ്പുതറയിൽ മാത്രം 40-ലധികം പനി രോഗികളാണ് ചികിത്സ തേടുന്നത്. ദിനംപ്രതി വിവിധ രോഗങ്ങൾക്ക് ഉപ്പുതറ CHC-യിൽ ചികിത്സ തേടുന്നത് 250-നും 350-നും ഇടയിൽ രോഗബാധിതരാണ്. വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ ഒരാൾക്ക് പനി പിടിച്ചാൽ പിന്നെ എല്ലാവർക്കും പകരുക എന്നതാണ് ഇപ്പോഴത്തെ രീതി. ജലദോഷമായി തുടങ്ങി ശരീരവേദനയും ക്ഷീണമൊക്കെയായി മാറുന്നതാണ് ഇപ്പോഴത്തെ രോഗത്തിന്റെ രീതി. കാലാവസ്ഥാ വ്യതിയാനവും പനി വ്യാപനത്തിന് പ്രധാന കാരണമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സന്ദർശിച്ച് ചികിത്സ തേടണമെന്നും ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാലവർഷം തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി, ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കും സാധ്യത കൂടുതലാണ്. സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തോട്ടം മേഖലയിലും ആദിവാസി ഉന്നതികളിലുമാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്. പല സ്ഥലങ്ങളിലും വൃത്തിഹീനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ രോഗികളുടെ എണ്ണവും വർദ്ധിക്കും. ഈ സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. രോഗം കൂടുതൽ ഉണ്ടാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ഉപ്പുതറ CHC-യുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.